ഹലോ കൂട്ടുകാരെ, ഇപ്പം നമ്മൾ ചെല്ലാൻ പോകുന്ന സ്ഥലം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ആട് ഫിലിമില്ലേ, അത് ഷാജി പാപ്പൻ്റെ സിനിമ. അപ്പോൾ ആ ഫിലിമിൽ നമ്മുടെ ഇന്ദ്രൻസ് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നിന്ന് പ്രസംഗിക്കുന്നൊരു കവലയില്ലേ, ആ കവലയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ കവലയുടെ അടുത്ത് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു സ്ഥലം കൂടെ കാണാനുണ്ട്. നല്ല അടിപൊളിയായിട്ട് പണി തീർത്തേക്കണ പന്നിയാർകുട്ടി പള്ളിയുടെ കപ്പേള ഉണ്ടോ. നല്ല മനോഹരമായ രീതിയിലാണ് കേട്ടോ അതിൻ്റെ ഒരു നിർമ്മാണം. അപ്പോൾ ഈ പന്നിയാർ പുഴയിൽ നിന്നുള്ള ഉരുളൻ കല്ലുകൾ ശേഖരിച്ചാണ് കേട്ടോ ഈ കപ്പേള നിർമ്മിച്ചേക്കണേ. അപ്പം പണ്ടൊക്കെ ഒത്തിരി പേര് ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിരുന്ന സമയത്ത് ഇവിടെ എന്നും തന്നെ ആരാധന ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാണാൻ പോകുന്നത് നമ്മുടെ പൊന്മുടിയാണ് കേട്ടോ. ഇതിലെ ഈ വലത് സൈഡിലോട്ടുള്ള റോഡ് നേരെ ഡാമിൻ്റെ അടുത്തോട്ടും ഇടത് സൈഡിലോട്ട് പോകുന്നത് തൂക്കുവാലം കയറി നമുക്ക് പോകാട്ടോ രാജാക്കാടിൽ. അപ്പം ഇതാണ് കേട്ടോ പൊന്മുടിയുടെ ഒരു പഴയകാല ഒരു ബിൽഡിങ്ങാണ് കേട്ടോ കാണുന്നത്. അപ്പം ഇവിടെ വരെ ഉണ്ടാകുന്നുള്ളൂ അന്നത്തെ കാലത്തെ ബസ്സുകൾ വരുന്നത്. അടിമാലിയിൽ നിന്നും കോതമംഗലത്തു നിന്നും എറണാകുളത്തു നിന്നും വരുന്ന ബസ്സുകൾ ഇവിടെ ഹാൾട്ട് ചെയ്യും. അപ്പം മരക്കാനം, കൊന്നത്തരി, അതുപോലെ തന്നെ നമ്മുടെ പള്ളി സിറ്റി, അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം വന്ന് ഇവിടെ വന്ന് ബസ് കയറിയാണ് യാത്ര ചെയ്തത്. അതുപോലെ നമ്മുടെ പൊന്മുടി ഡാമിലോട്ട് പോകുന്നതിൻ്റെ സൈഡിലായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എന്നെ ഈ പൊന്മുടി ഡാമിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫുള്ള് പാറ അവർ മൊത്തം പൊട്ടിച്ച് മാറ്റിയാണ് കേട്ടോ വഴി നിർമ്മിച്ചേക്കണേ. ഈ ഡാമിൻ്റെ പണിക്ക് വേണ്ടിയാണ് ഈ പാത നിർമ്മിച്ചത്. പിന്നീട് അത് രാജാക്കാട്ടിലോട്ടുള്ള പാതയായി. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ പൊന്മുടി ഡാം. അപ്പം ഈ ഡാമിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ചീപ്പ് ഇതുണ്ടോ, ഈ താഴെ കാണുന്നത് ചീപ്പാണ് കേട്ടോ. അത് 2007 നമ്മുടെ ഈ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പെൻഷോക്കു പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വെള്ളം പാഴാക്കി കളഞ്ഞത്, അല്ലെങ്കിൽ ഇത് തുറന്നു വിട്ടാണ് കേട്ടോ ഇത് വെള്ളം നിയന്ത്രിച്ചത്. അതുപോലെ ഇത് തുറന്നാൽ നല്ല രസമാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. പിന്നെ ജീപ്പ് സവാരിക്കാരുണ്ട്. രാവിലെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ജീപ്പ് സവാരിക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒത്തിരി കാഴ്ചക്കാർ വരുന്നുണ്ട് ഈ ഡാം കാണാനൊക്കെ ആയിട്ട്. അതുപോലെ നമ്മുടെ ഈ പൊന്മുടി ഡാമിൽ വന്നു കഴിഞ്ഞാൽ മാട്ടുപ്പെട്ടി അല്ലെങ്കിൽ ചിങ്കുളം ഡാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ബോട്ട് സർവീസ് കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ. സ്പീഡ് ബോട്ടാണ് ഇവിടെ ഓടുന്നത് കേട്ടോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പീഡ് ബോട്ടിൽ നമുക്ക് ഡാമൊക്കെ ഒന്ന് കറങ്ങി കാണാനൊക്കെ സാധിക്കും. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമ്മുടെ പൊന്മുടി ഡാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡാമിൻ്റെ സൈഡിലോട്ട് ചേർന്ന് രാജാക്കാടിന് പോണ വഴിക്കായിട്ട് ഒരു പാർക്കുണ്ട്. അവിടെ കുതിര സഫാരി, ഒട്ടക സഫാരി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഈ ബോട്ട് സവാരിയൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി, എന്നാ രസമാണെന്നറിയോ ബോട്ട് സവാരി നടത്തുന്നത്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മാട്ടുപ്പെട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിസ്തൃതിയിൽ ബോട്ട് ഓടിച്ച് നമ്മുടെ ഫുള്ള് കറക്കി കാണിക്കുന്ന ഒരു ബോട്ട് സവാരി നടത്തുന്ന ഒരു സ്ഥലമാണ് പൊന്മുടി ഡാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുപോലെ ഈ പൊന്മുടി ഡാം നമുക്ക് ഒത്തിരി സിനിമകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓർഡിനറി, അതുപോലെ തന്നെ ആട് സിനിമയില്ലേ, ആ ഫിലിം ഫുള്ള് ഈ പരിസര പ്രദേശങ്ങൾ ഇടുക്കിയിലൊക്കെ ആയിരുന്നു കൂടുതൽ അതിൻ്റെ ഷൂട്ടിങ്. അതുപോലെ കുറേ പടങ്ങളുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം മൂന്നാർ അങ്ങനെയൊക്കെ വരുന്നവർ, പിന്നെ നമ്മൾ കുമിളിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഇതൊരു നല്ല വ്യൂ ആയിട്ട് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് പൊന്മുടി. അപ്പോൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും അവർക്ക്. അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് സഹകരിക്കണം കേട്ടോ. നമ്മൾ ചെറിയ തോതിൽ തുടങ്ങിയ ചാനലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ട് വിജയിപ്പിച്ച് നമ്മുടെ ഈ ചാനലിനെ ഒന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കണം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യാത്തവരെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളൊരു പിന്തുണ തരിക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഓക്കെ.